താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ ഉരുട്ടുന്ന കല്ല് തൻ്റെ മേൽ തന്നെ വീഴും. സുഭാഷിതങ്ങൾ 26-27. ഒരു കഥ ആയാലും. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അസൂയക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ദിവസവും തൻ്റെ വീട്ടുപടിക്കൽ ഭിക്ഷ ചോദിച്ചു വരുന്ന ഒരു പാവം വൃദ്ധനെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവനെ ഒഴിവാക്കാൻ അവർ ഒരു കുതന്ത്രം മെനഞ്ഞു. വിഷം ചേർത്ത ഒരു അപ്പമുണ്ടാക്കി അവർ ആ വൃദ്ധന് നൽകി. അപ്പം വാങ്ങി വൃദ്ധൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യാത്രയായി. എന്നാൽ പോകുന്ന വഴിക്ക് വിശന്നു വലഞ്ഞ ഒരു യുവാവ് അവൻ്റെ മുന്നിലെത്തി. അവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ വൃദ്ധൻ തൻ്റെ കയ്യിലിരുന്ന അപ്പം ആ യുവാവിന് നൽകി. യുവാവ് അത് സന്തോഷത്തോടെ വാങ്ങിക്കഴിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ വീട്ടുപടിക്കൽ ഒരു നിലവിളി കേട്ടു. നോക്കിയപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന് മരിക്കാറായ നിലയിൽ അവരുടെ ഏക മകൻ അവിടെ കിടക്കുന്നു. നഗരത്തിൽ ജോലിക്ക് പോയ മകൻ വഴിമധ്യേ വിശപ്പ് കാരണം ഒരു വൃദ്ധൻ തന്ന അപ്പം കഴിച്ചുവെന്ന് മരിക്കുന്നതിന് മുൻപ് അവൻ അമ്മയോട് പറഞ്ഞു. താൻ മറ്റൊരാൾക്കായി ഒരുക്കിയ കുഴിയിൽ സ്വന്തം മകനാണ് വീണതെന്നോർത്ത് ആ അമ്മ അലമുറയിട്ട് കരഞ്ഞു. മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ തിന്മ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു ലഭിക്കും. നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും നമ്മെ തേടിയെത്തും.